वाय ओम नमो भगवते वासुदेवाय। तस्मै श्री गुरुवे नमः। श्री चैतन्य भीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरोः श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च। श्रीरूपं साग्रजातान् सहगणा रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवम् श्रीराधा कृष्णपदान् सहगणा ललिता श्रीविशाखान्वितां च। हे कृष्णा करुणा सिन्धु दीनबन्धु जगल्पदे गोपेश गोपिका कान्ता श्रीराधा कान्ता नमस्तुते। सप्तकाञ्चन गौराङ्गी श्रीराधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन्निधि नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे हरे कृष्णा 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 हरे 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 राम 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 हरे हरे। ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഭാഗവത ക്ലാസ്സിലേക്ക്, ഭാഗവത പ്രഭാതത്തിലേക്ക് സുസ്വാഗതം. അപ്പൊ നമ്മള് നേരെ നമുക്ക് ക്ലാസ്സിലോട്ട് കയറാം. വിശേഷമായിട്ടൊന്നും ചോദിക്കാനും പറയാനും ഇല്ല അധികം. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ മുഖ്യമായിട്ടും ചർച്ച ചെയ്തത് അശ്വത്ഥമാവ് 2 ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചായിരുന്നു. ഒന്ന് അർജുനെ വധിക്കാനും 2 ഉത്തരയുടെ ഗർഭസ്ഥ ശിശുവിനെ നശിപ്പിക്കാനും. രണ്ടും ഭഗവാൻ അത് ഇല്ലാതാക്കി പാണ്ഡവരെയും അർജുനനെ പ്രത്യേകിച്ചു അവരുടെ വംശപരമ്പരയ്ക്ക് ഇനി മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരയുടെ ഗർഭസ്ഥ ശിശുവിനെയും ഭഗവാൻ രക്ഷിച്ചു. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് 8ാമത്തെ അധ്യായത്തിൽ തന്നെയുള്ള കുന്തി മഹാരാണിയുടെ പ്രാർത്ഥനയാണ്. വളരെ മനോഹരമായ പ്രസിദ്ധമായ പ്രാർത്ഥനയാണ് കുന്തി മഹാരാണിയുടെ പ്രാർത്ഥന. 8ാമത്തെ അധ്യായത്തില് 18ാമത്തെ ശ്ലോകത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. 43ാമത്തെ ശ്ലോകം വരെയുള്ളതാണ്. എല്ലാവരും ദിവസം ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണിത്. വിരജലക്ഷ്മി മാതാജി ഒന്ന് മ്യൂട്ട് ചെയ്തേരെ പ്ലീസ്. എല്ലാവരും ദിവസം ചെല്ലേണ്ട പ്രാർത്ഥന വളരെ എങ്ങനെയാണ് ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടതെന്ന് കുന്തിമാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതുപോലെ ഭഗവാൻ ഹസ്തിനാപുരത്തിലെ ഭഗവാന്റെ ലീലകളെല്ലാം തീർന്നു. വളരെ നാളുകളായിട്ട് ദ്വാരകയിൽ നിന്ന് ഭഗവാൻ ദൂരെയായിരുന്നു. ദ്വാരകവാസികളും ഭഗവാനെ കാണാൻ വേണ്ടി വളരെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ ഭഗവാൻ രഥത്തിലോട്ട് കയറിയ സമയത്താണ് ഉത്തര ഓടി വരുന്നത്. പ്രാഹിമാം 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 എന്ന് പറഞ്ഞിട്ട് തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഭഗവാൻ രഥത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഉത്തരയുടെ ഗർഭശിശുവിനെ രക്ഷിച്ചു. ശേഷം വീണ്ടും ഭഗവാൻ രഥത്തിൽ കയറി ദ്വാരകയിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. ഈ സമയത്ത് കുന്തി മഹാറാണി, ആദ്യം വന്ന് ഉത്തരയായിരുന്നു, ഇപ്പൊ കുന്തി മഹാറാണി വന്നിട്ട് രഥത്തിന്റെ അടുത്ത് കൊണ്ട് കൈ കൂപ്പിക്കൊണ്ട് ഭഗവാനോട് ചോദിക്കുകയാണ്,
അങ്ങ് പോവുകയാണ് അല്ലേന്ന്, പ്രിയപ്പെട്ട കൃഷ്ണ നീ പോവുകയാണ് അല്ലേന്ന്. ആ ചോദ്യത്തില് ഒരുപാട് വേദന അടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഭക്തിക്കും ഭഗവാനിൽ നിന്നും ദൂരെ പോകാൻ കഴിയില്ല. ഭഗവാന് ഭക്തനിൽ നിന്നും ദൂരെ പോകാൻ കഴിയില്ല, ഭക്തന് ഭഗവാനിൽ നിന്നും ദൂരെ പോകാൻ കഴിയില്ല. അതായത് ഭഗവാന്റെ ആ അസാന്നിധ്യത്തില് ഒരു ഭക്തന്റെ ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് പിടിച്ചിട്ട് ഒരു മത്സ്യത്തിനെ പോലെ ആയിരിക്കും. വെള്ളത്തിൽ നിന്നും കരയ്ക്ക് ഒരു മത്സ്യത്തിനെ പിടിച്ച് അതിന് നമ്മൾ എത്തല്ല ഏസി റൂമോ പട്ടുമെത്തയോ കഴിക്കാൻ എന്തൊക്കെ കൊടുത്താലും പാലും പഴവും ഒക്കെ കൊടുത്താലും ശരി, ആ മത്സ്യത്തിന് പറ്റില്ല, അതിന് വെള്ളം വേണം. അതേപോലെ ഒരു യഥാർത്ഥ ഭക്തന്, ഒരു ശുദ്ധ ഭക്തന് ഈ ഭൗതിക ലോകത്തിൽ എന്തൊക്കെ കിട്ടിയാലും, ഏതെല്ലാം സാഹചര്യങ്ങളായാലും, ഏതെല്ലാം സിറ്റുവേഷൻ ആയാലും ശരി, കൃഷ്ണൻ ഇല്ലെങ്കിൽ അവരുടെ ജീവിതം അതുപോലെയാണ്. അപ്പൊ കുന്തി മഹാറാണിക്ക് ഭഗവാൻ പോകുന്ന കാര്യം സ്മരിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പൊ കുന്തിമാരുടെ ഉള്ളിലുള്ള കൃഷ്ണ പ്രേമം, കൃഷ്ണൻ തങ്ങളെ വിട്ടുപോകുന്നുള്ള ദുഃഖം, ഇനി ഞാൻ ആരെ ഇത്ര ആശ്രയിക്കും ഭഗവാന്റെ ആസന്യത്തിലുള്ള ആ ദുഃഖം, ആ വിരഹത്തിന്റെ വേദന, ഇതെല്ലാം നമുക്ക് ഈ പ്രാർത്ഥനയിൽ കാണാൻ പറ്റും. വളരെ മനോഹരമായിട്ടാണ് കുന്തിമാരുടെ പ്രാർത്ഥന. മാത്രമല്ല ഭക്തിയുടെ യഥാർത്ഥ ഭാവം, ഭക്തിയുടെ കൃഷ്ണഭക്തിയുടെ അഗാധത, ഭക്തി തത്വം എല്ലാം നമുക്ക് ഈ ഒരു പ്രാർത്ഥനയിൽ കാണാൻ പറ്റും. ഏതാണ്ട് 25 ശ്ലോകങ്ങളോളം ഉണ്ട്. എല്ലാ ശ്ലോകങ്ങളും ഓരോന്നെടുത്ത് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല. ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് തോന്നിയ 3-4 ശ്ലോകങ്ങളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. കുന്തിമാരണി തുടങ്ങുന്നത് 8-ാം അധ്യായത്തിൽ 18-ാമത്തെ ശ്ലോകത്തിൽ തുടങ്ങുന്നത് കുന്തി ഉവാച നമസ്യേ പുരുഷം താം ഈശ്വരെ പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനം അന്തർബഹിർ അവസ്ഥിതം. വളരെ മനോഹരമായിട്ട് കുന്തി തുടങ്ങുന്നത്, ഹേ കൃഷ്ണ, കുന്തി നമസ്യേ, ഞാൻ അങ്ങേ നമിക്കുന്നു. അപ്പൊ ഭഗവാൻ മനുഷ്യ തോന്നിക്കാണും, ആരെയും നമിക്കുന്നത്? ഭഗവാന്റെ അപ്പച്ചിയാ. അപ്പച്ചി മരുമോനെ എങ്ങനെയാണ് തൊഴുന്നത്? അത് ഭഗവാന്റെ മനസ്സിൽ വന്നപ്പം കുന്തി ത്വാം ഈശ്വരം നമസ്യേ പുരുഷം, അങ്ങ് പുരുഷനാണ്. അപ്പം ഭഗവാൻ വിചാരിച്ചു, ഇവിടെ പുരുഷൻ എല്ലാവരും പുരുഷന്മാരാന്നാ പറയാൻ നടക്കുന്നത്, ഞാൻ മാത്രമല്ലല്ലോ. ത്വാം ഈശ്വരം, അങ്ങ് ഈശ്വരനാണ്. അപ്പം വിചാരിച്ചു ഇവിടെ ഒരുപാട് ഈശ്വരന്മാരുണ്ടല്ലോ. പ്രകൃതേ പരം, ഏറ്റവും വലിയ ഈശ്വരനാണ്. നമസ്യേ പുരുഷൻ താം ഈശ്വരേ പ്രകൃതേ പരം. ഹേ കൃഷ്ണ, ആദിപുരുഷനും സർവനിയന്തവുമായ ഭൗതിക പ്രകൃതിക്ക് അതീതനുമായ അങ്ങേക്ക് ഞാൻ വിനയപൂർവ്വം നമസ്കരിക്കുന്നു. എല്ലാ ജീവജാലങ്ങളിലും, അതായത് അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിർ, അന്തരകത്ത് ബഹിർ പറയാം വെളിയില്, അന്തർബഹിർ സ്ഥിതം, എല്ലാ ജീവജാലങ്ങളും ഉള്ളിലും പുറത്തുമായി അങ്ങ് നിലകൊള്ളുന്നുവെങ്കിലും സാധാരണ ജീവികൾക്ക് അങ്ങേ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഈ പ്രാർത്ഥനയില് കുന്തിദേവി ശ്രീകൃഷ്ണൻ തന്റെ അനിന്ദ്രനായി മാത്രമല്ല ആദിപുരുഷനായ പരമേശ്വരനായിട്ടാണ് സ്തുതിക്കുന്നത്. ഭഗവാൻ എല്ലായിടത്തും ഓരോ ജീവന്റെ ഉള്ളിൽ ഹൃദയത്തിലുമുണ്ട്, പ്രപഞ്ചത്തൊട്ടാകെയുണ്ട്. എന്നാൽ അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിർ അവസ്ഥിതം, മായയാൽ മൂടപ്പെട്ട ദൃഷ്ടിയുള്ളവർക്ക് അവിടുത്തെ യഥാർത്ഥ സ്വരൂപം തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഈ ആശയം അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ വളരെ വിശദമായിട്ട് പറഞ്ഞു. 19-ാമത്തെ ശ്ലോകത്തില് 19-20 ശ്ലോകങ്ങളില് കുന്തിനെ ഭഗവാനെ സ്തുതിക്കുകയാണ്. അതിനകത്ത് സ്തുതിയാണ്. മായാജാനി അച്ഛനാജ്ഞാക്ഷ അധോക്ഷജമാ മൂഢദൃശ മൂഢതോ യഥ തഥാ പരമഹംസാനം മുനിലാം അമനാത്മ ഭക്തിയോധ വിധാനാത്മം കശ്മസ്ത്രീയ, ഇങ്ങനെ ആ ശ്ലോകം പോകുന്നത്. അപ്പം 10, 20, 21, 22 ശ്ലോകങ്ങളെല്ലാം ഭഗവാനെ സ്തുതിക്കുകയാണ്. അതാണ് ഇത് വരുന്നത്. കൃഷ്ണായ വാസുദേവ ദേവകി നന്ദനായ അന്തഗോമകുമാരായ ഗോവിന്ദായ നമോ നമ നമക പഞ്ചനാഭായ നമോ പങ്കജമാലിനെ നമക പങ്കജനേത്രായ നമസ്തേ പങ്കജാഖയെ. അത് ശ്ലോകങ്ങളെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. ശേഷം കുഞ്ഞുമാരാണ് 23, 24 ശ്ലോകങ്ങൾ എപ്രകാരമാണ് ഓരോ വിഷമഘട്ടങ്ങളിലും പാണ്ഡവരെ ഭഗവാൻ രക്ഷിച്ചെന്ന് ഓർക്കുകയാണ്. നമുക്ക് ഇവിടെ ഈ സീക്വൻസ് നമ്മൾ ഓർക്കണം. നമ്മൾ എന്താ ചെയ്യുന്നത്? ഭഗവാന്റെ ഗതികത്ത് നേരെ കൈതൊട്ട് എന്തെങ്കിലും പ്രാർത്ഥിക്കും. ഇവിടെ അങ്ങനെയല്ല. ആദ്യം ഭഗവാനെ ഗ്ലോരിഫൈ ചെയ്യുകയാണ്. ആരാണ് ഭഗവാൻ? നമുക്ക് ഭാഗവത്തിൽ ഒരുപാട് ശ്ലോകങ്ങളുണ്ട്. ഭാഗവത്തിലുണ്ട്, മുകുന്ദമാല സ്തോത്രത്തിലുണ്ട്. അതിൽ 2-3 ശ്ലോകങ്ങൾ നമ്മൾ കാണാതെ പഠിക്കണം. പഠിച്ചിട്ട് ചെന്ന് നിന്നിട്ട് അത് ഭഗവാൻ ഓഫർ ചെയ്യണം. ഭഗവാന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ അത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അത് ഭഗവാനെ ഗ്ലോരിഫൈ ചെയ്യുന്ന ഒരുപാട് ശ്ലോകങ്ങളുണ്ട്.
ചിത്രകേതുന്റെ പ്രാർത്ഥനയിലുണ്ട്, നള്ളക്കുവരുടെ പ്രാർത്ഥനയിലുണ്ട്, ഒരു എല്ലാവരുടെയും പ്രാർത്ഥനയിലുണ്ട്. ആദ്യം നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ശ്ലോകങ്ങൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് പ്രാർത്ഥിക്കുക. ഇവിടെ കുന്തിമഹാറാണി ഓർക്കുന്നത് ആദ്യം നോക്ക്, ഗ്ലോറിഫിക്കേഷൻ ചെയ്തു, അത് കഴിഞ്ഞ് കൃതജ്ഞത. നമുക്ക് എന്തെല്ലാം ഭഗവത് തന്നിട്ടുണ്ട്. കൃഷ്ണ ഈ ഗുരുവിനെ തന്നു, ഹരകൃഷ്ണ മാമന്ത്രം തന്നു, നല്ല വീട് സൗകര്യം തന്നു, നല്ല ആരോഗ്യം തന്നു, ജപിക്കാനുള്ള സൗഭാഗ്യമുണ്ടായി, ഭക്തരുടെ അസോസിയേഷൻ എന്നെ വെച്ചു, എനിക്ക് ഭക്തി തന്നു. ഇതിനൊക്കെ ഞാൻ എങ്ങനെ അങ്ങയോട് കടം വീട്ടാൻ പറ്റും? ഇതിനൊക്കെ ഞാൻ ഒരുപാട് അങ്ങേക്ക് പ്രണാമങ്ങൾ അർപ്പിക്കണം. അപ്പൊ ആദ്യം ഗ്ലോറിഫൈ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഭഗവാനെ കൃതജ്ഞത രേഖപ്പെടുത്തണം. ഇവിടെ കുന്തിമഹാറാണി ഓർക്കുന്നത് ഭഗവാൻ തന്റെ മാതാവായ ദേവകിയുടെ പുത്രന്മാരെ രക്ഷിച്ചില്ല. 6 പേരെ കംസൻ അടിച്ചു കൊന്നിട്ടും ഭഗവാൻ വേണമെങ്കിൽ രക്ഷിക്കാമായിരുന്നല്ലോ. ഇപ്പൊ എനിക്കൊരു സംശയം വന്നു, ഞാനൊരു സംശയം നിങ്ങളോട് ചോദിക്കുകയാണ്, ആരെങ്കിലും മറുപടി പറയും. കംസൻ ദേവിയെ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന സമയത്ത് രഥത്തിൽ വെച്ച് അശരീരി കേട്ടു. അശരീരി കേട്ട സമയത്ത് കംസൻ ദേവിയെ കൊല്ലാനായിട്ട് വാളെടുത്തു. അങ്ങനെ വസുദേവര് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ക്ഷമിച്ചു. ഇവിടെ വന്നിട്ട് ഈ വസുദേവരൻ ദേവികയെ 2 ജയിലിൽ പാർപ്പിച്ച പോരാ. കുട്ടികളുണ്ടാകില്ലായിരുന്നല്ലോ. ചോദ്യം മനസ്സിലായല്ലോ. 2 വ്യത്യസ്തമായ ജയിലിൽ പാർപ്പിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ ദേവകിക്ക് കുട്ടികളുണ്ടാകില്ലായിരുന്നു. അല്ലെങ്കിൽ ദേവകിയെ ജയിൽ പാർപ്പിച്ചിട്ട് വസുദേവരെ വിട്ടാൽ മതിയായിരുന്നല്ലോ. ജീവിതകാലം മൊത്തം ജയിലിൽ കിടന്നു, കുട്ടികളുണ്ടാകില്ല. എന്തുകൊണ്ട് കംസൻ പിന്നെ അവർ 2 പേരും ഒരു ജയിലിൽ വെച്ചു? ഇതെന്റെ ചോദ്യമാണ്. ആർക്കറിയാം? പെട്ടെന്ന് പറയുന്നത് കൂടുതൽ ചർച്ച ചെയ്യേണ്ട സമയം ഒരുപാടുണ്ട്, ഒരുപാട് വേണം. ആ 8 പേരെ മരിക്കണം എന്നുള്ളതുണ്ടല്ലോ. അപ്പൊ ഭഗവാന്റെ ലീലകൾ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കറക്റ്റാണ്, തെറ്റില്ല. അത് പക്ഷെ അവർക്ക് 8 പേർക്ക് ഈ ഭൗതിക ലോകത്ത് വേറെ ആരുടെങ്കിലും ഗർഭത്തിൽ വരാമായിരുന്നു. എല്ലാം സകലതും നടക്കുന്ന ഭഗവാന്റെ ഇഷ്ടത്തിനും ഭഗവാൻ അത് ആണ്. പക്ഷെ കുറച്ചുകൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കംസൻ ഭയങ്കര അഹങ്കാരിയായിരുന്നു. കംസൻ ദേവകിയെയും വസുദേവരെ സെപ്പറേറ്റ് ചെയ്യുവോ, ദേവകിയെ ജയിലിൽ വെച്ചിട്ട് വസുദേവരെ വെടി ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ കളിയാക്കും. കംസൻ പേടിച്ചു എന്ന് പറയും. അത് ഈ കംസന്റെ ആ ഒരു സ്ത്രീയെ പേടിച്ച്, കുട്ടി ഉണ്ടാകുന്ന പറയും, ഏതോ അരച്ചു കേട്ട് പേടിച്ചിട്ട് അവരെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അവരെ ജയിലിൽ ഇട്ടിരിക്കുന്നു പ്രത്യേകം, അല്ലെങ്കിൽ ഒരാൾ ചെട്ട് ഒരാൾ വിട്ടെന്ന് പറയുമ്പോൾ കംസൻ അപമാനം സഹിക്കാൻ പറ്റും. ഈ അഹങ്കാരികളായ ഏതൊരു വ്യക്തിക്കും ഏറ്റവും വലിയ അവരുടെ ആ ഈഗോ അവരെ ഹട്ട് ചെയ്യും. അവർക്ക് അഹങ്കാരം സഹിക്കാൻ പറ്റില്ല. അപ്പൊ കംസനേക്കാൾ അഹങ്കാരിയായിട്ടുള്ള ആരുമില്ലായിരുന്നു കംസന്. ഈ നമ്മുടെ രാവണ്, അല്ലെങ്കിൽ ഹിരണ്യകശിപു, ഇവരുടെയൊക്കെ അടിസ്ഥാന സ്വഭാവം, അതായത് അസുര സ്വഭാവമുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ അഹങ്കാരം ഉള്ളത്. അവരുടെ അഹങ്കാരം അർത്ഥമാകാൻ പാടില്ല. ഇപ്പൊ ഞാൻ അവരെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞെന്ന് പറയുമ്പോൾ ആ ശരീരം ഞാൻ ഭയക്കുന്നു എന്നുള്ളതാണ്. ഒന്നിച്ചു കഴിഞ്ഞോട്ടെ, കുഞ്ഞുണ്ടാകുവാണെങ്കിൽ ദൈവത്തിന്റെ കുഞ്ഞാണെങ്കിലും ഞാൻ കൊന്നു കഴിഞ്ഞാൽ ദൈവത്തിനേക്കാൾ മഹാനായില്ലേ ഞാൻ എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ആകാം, അഹങ്കാരം, എങ്ങനെ വേണേലും പറയാതെ. അതാണ് അവരെ സെപ്പറേറ്റ് ചെയ്തത്. അപ്പൊ ഇവിടെ കുന്തിമഹാറാണി ഓർക്കുന്നത്, ഭഗവാനെ അങ്ങയുടെ മാതാവായ ദേവകിയുടെ ഗർഭത്തിൽ പിറന്ന കുഞ്ഞുങ്ങൾ അത് അങ്ങയുടെ സഹോദരങ്ങളാണ്, ഒരേ ഉദരത്തിൽ പിറന്നതാകുമ്പോൾ അവരെ രക്ഷിച്ചില്ല, പക്ഷെ എന്റെ പുത്രന്മാരെ രക്ഷിച്ചു. അതെന്തുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുന്തിമഹാറാണി ഓർക്കുന്നത്, ദേവകിക്ക് ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അതായത് അവരുടെ വയസ്സിനകത്ത് അവരെ നോക്കാൻ ഒരാളുണ്ട്. എനിക്കാരാ ഉള്ളത്? എനിക്കാരുമില്ല. എന്റെ ഭർത്താവ് മരിച്ചു, വേറെ എനിക്ക് ആരും ബന്ധുക്കാരില്ല. കുരുവംശത്തുള്ള ആരും എന്നെ സ്വീകരിക്കില്ല. എന്നെ രക്ഷിക്കാൻ എന്റെ മക്കൾ ജീവനോടെ വേണം. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? കുട്ടിക്കാലത്ത് ജീവന് വിഷം കൊടുത്തപ്പോൾ അവിടുന്ന് രക്ഷിച്ചു. വനവാസകാലത്ത് നരഭോജികളായി ഹിഡംബ പോലെയുള്ള അരാക്ഷസന്മാർ അസുരന്മാരിൽ നിന്ന് രക്ഷിച്ചു. വസ്ത്രം നൽകി ദ്രൗപദിയുടെ മാനം രക്ഷിച്ചു. അഗ്നിയിൽ നിന്നും രക്ഷിച്ചു. കുരുക്ഷേത്ര യുദ്ധത്തെ ഒരു പോറല് പോലും ഏൽക്കാതെ 18 ദിവസം ഈ ഇത്രയും പേരെ തിരിച്ചു കൊണ്ടുവന്നു ഭഗവാൻ. അപ്പൊ അശ്വത്ഥാമന്റെ ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് രക്ഷിച്ചു. ഇതെല്ലാം കുന്തിമഹാറാണി ഈ പ്രാർത്ഥന വരുന്നുണ്ട്, ഇത് പ്രാർത്ഥനയിൽ വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കുന്തിമഹാറാണി ഓർക്കുകയാണ്. അപ്പൊ ആദ്യം ഭഗവാനെ പ്രകീർത്തിച്ചു, ഗ്ലോറിഫൈ ചെയ്തു. അത് കഴിഞ്ഞ് ഭഗവാനെ കൃതജ്ഞത രേഖപ്പെടുത്തി. ഇതെല്ലാം കഴിഞ്ഞിട്ട് നന്ദി രേഖപ്പെടുത്തി. അതിനെല്ലാം
അത് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞുവാണി നീ ആവശ്യപ്പെടുക, ഡിമാൻഡ്. അത് 25-ാമത്തെ ശ്ലോകത്തിലാണ്. എന്താ എനിക്ക് വേണം? വിപദ സന്തുത ശശ്വത് അത്ര ദത്ത ജഗൽ ഗുരു ഭവതോ ദർശനം യത്സ്യാത് അപുനർഭവ ദർശനം. ഇത് കുന്തിദേവിയുടെ പ്രാർത്ഥനയിൽ വെച്ച് ഏറ്റവും പ്രസിദ്ധമായ പ്രാർത്ഥനയാണ്. വിപദ സന്തുത ശശ്വത് തത്ര ദത്ത ജഗത് ഗുരു. ജഗത് ഗുരു, ജഗത്തിന്റെ ഗുരുവാണ് ഭഗവാൻ. ആ ദുരിതങ്ങളും കഷ്ടങ്ങളും, ഈ പറഞ്ഞ ദുരിതങ്ങളും കഷ്ടങ്ങളും ഒക്കെ വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് ഉണ്ടാകട്ടെ. കാരണം ഭവതോ ദർശനം യസ്യാത്, ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് അങ്ങയുടെ ദർശനം ലഭിക്കും. ദർശനം ലഭിച്ചു കഴിഞ്ഞാലോ അപുനർഭവ ദർശനം. ഇവിടെ ഭവം എന്ന് പറഞ്ഞാൽ ഈ ഭവസാഗരൻ. അപുനർഭവ ദർശനം. പുനർഭവ ദർശനം എന്ന് പറഞ്ഞാൽ വീണ്ടും ഈ ഭൗതിക ലോകത്തിൽ വരണം. ആ പുനർഭവ ദർശനം എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ലോകത്തിൽ വീണ്ടും അവർ വരേണ്ട ആവശ്യമില്ല. ഏതൊരു വ്യക്തിക്ക് ഭഗവാന്റെ ദർശനം കിട്ടുന്നോ ആ വ്യക്തികൾക്ക് അപുനർഭവ ദർശനം. ഈ ഭവലോകത്തിൽ ദർശനം ഉണ്ടാകത്തില്ല. ജീവിതത്തിൽ കുറച്ച് കഷ്ടപ്പാടുകൾ ഉണ്ടായാലെന്താ, ആ സമയത്തൊക്കെ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അങ്ങ് വരും, അങ്ങയുടെ ദർശനം കിട്ടും. അങ്ങയുടെ ദർശനം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഭൗതിക ലോകത്തിൽ തിരിച്ചു വരണ്ട. അതുകൊണ്ട് വിപദ സന്തത ശശ്വതത്ര ജഗൽ ഗുരു ഭവതോ ദർശനം യസ്യാത് അപുനർഭവ ദർശനം. അപ്പൊ കുന്തിദേവി പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞങ്ങളുടെ ജീവിതത്തിൽ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എത്രമാത്രം വർദ്ധിക്കുന്നു അത്രയും തീവ്രത ഞങ്ങൾക്ക് അങ്ങയുടെ പാതാരബിന്ദങ്ങൾ അഭയം പ്രാപിക്കാൻ കഴിയും. അത്രയും കൂടുതൽ ഞങ്ങൾക്ക് അങ്ങയെ സ്മരിക്കാൻ കഴിയും. ഞങ്ങളുടെ ഭക്തി അത്രയും തീവ്രമാകും. അപ്പോഴൊക്കെ ഞങ്ങൾക്ക് അങ്ങയുടെ ദർശനം ലഭിക്കും. ഇത്തരം ക്ലേശങ്ങൾ ജീവിതത്തിൽ പുനഃ വരുമ്പോൾ അങ്ങയുടെ ദർശനം ലഭിക്കും. ദർശനം ലഭിച്ചാൽ എന്താ? ഭവതോ ദർശനം. അങ്ങയുടെ ദർശനം കിട്ടിയാൽ യസ്യാത് അപുനർഭവ ദർശനം. പിന്നെ ഒരിക്കലും ഈ ഭൗതിക ലോകത്തിലേക്ക് വരണ്ട. ഇവിടെ എന്താണ് കുന്തിമാരൻ പറയുന്നത്? ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഈ ഭൗതിക ലോകത്തിൽ ആരെ ഭക്തനായിട്ട് വരുന്ന ക്ലേശങ്ങൾ വരും. അപ്പൊ ജീവിതത്തിൽ വരുന്ന ക്ലേശങ്ങള് ഭക്തന് ദുഃഖങ്ങളല്ല സമ്മാനിക്കുന്നത്. പിന്നെയോ ഭക്തന് ഭഗവാനുള്ള ആശ്രയം വർദ്ധിപ്പിക്കാനും ഭക്തിയിൽ തീവ്രത വരുത്താനുമുള്ള അവസരമായിട്ടാണ് അവൻ അതിനെ കാണുന്നത്. ദുഃഖങ്ങൾ വരും. എത്രമാത്രം ദുഃഖങ്ങൾ കൂടുന്നോ, ആ ദുഃഖത്തിന്റെ ആഴം എത്ര കൂടുന്നോ അത്രയും ആ വ്യക്തിക്ക് ഭഗവാനോടുള്ള ആശ്രിതത്വം കൂടും, ഭഗവാനോടുള്ള പ്രേമം വർദ്ധിക്കും, ഭഗവാനോടുള്ള ഡിപ്പെൻഡൻസി കൂടും, ഭഗവാനുള്ള വിശ്വാസം കൂടും. എങ്ങനെയാണ് വിശ്വാസം കൂടുന്നത്? എന്നെ രക്ഷിക്കാൻ വേറെ ആർക്കും കഴിയില്ല എന്നുള്ള വിശ്വാസം. അതാണ് ഇവിടെ ഉത്തരയുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടത്. ഉത്തര ഓടിപ്പോയത് ഭഗവാന്റെ ചരണാരവിന്ദത്തിലാണ്. 5-6 ദിവസം മുമ്പ് 16 വയസ്സുള്ള തന്റെ ഭർത്താവിനെ രക്ഷിക്കാത്ത ഈ ഭഗവാൻ മാത്രമേ ഈ ലോകത്തിൽ എന്നെ രക്ഷിക്കാൻ, എന്റെ കുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞുള്ള ആ ദൃഢമായ വിശ്വാസം, ആ വിശ്വാസം നമ്മൾക്കുണ്ടാകും. അതുകൊണ്ട് ഭക്തിയിൽ തീവ്രമായിട്ടുള്ള അവസരമായിട്ട് വേണം ജീവിതത്തിൽ ഉണ്ടാകുന്നത് കാണുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് വൈഷ്ണവ വ്യവഹാർദു നിശ്ചയ ജാനിക സൈ പരമാനന്ദ സ്വം. യദ്ദേഖ, എപ്പോൾ കാണുന്നു, വൈഷ്ണവേർ വൈകാരിക ദുഃഖ, വൈഷ്ണവരില് വൈകാരിക ദുഃഖം എന്ന് പറഞ്ഞാൽ ഈ ഭൗതികമായ ദുഃഖങ്ങൾ, വ്യവഹാര ദുഃഖങ്ങൾ കാണുമ്പോൾ നിശ്ചയ ജാനിക, തീർച്ചയായിട്ടും മനസ്സിലാക്കണം, സൈ പരമാനന്ദ സുഖം, അവരുടെ ഉള്ളിൽ പരമാനന്ദ സുഖമുണ്ട്. പറഞ്ഞതിന്റെ അർത്ഥം, ഒരു വെളിയിൽ നിന്ന് ഒരു വ്യക്തി നോക്കുമ്പം ഒരു ഭക്തന്റെ ജീവിതത്തിൽ അത് ഈയുടെ വീട്ടിലും ഇയാൾക്ക് അസുഖമാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, ആപത്തിക ബുദ്ധിമുട്ടുണ്ട്, സോഷ്യൽ പ്രശ്നങ്ങളുണ്ട്. ഞാനുമായിട്ട് എന്താ ഉദ്ദേശിച്ച, ഇയാൾക്ക് ഭയങ്കര ദുഃഖമാണല്ലോ. പക്ഷെ അല്ല, ആ വ്യക്തിയുടെ സുഖമാണ്. എന്തുകൊണ്ടാണ് സുഖം? ഒന്ന്, എന്റെ കർമ്മഫലങ്ങൾ ഇല്ലാതാവും. ATM നിന്ന് പൈസ എടുക്കുമ്പോൾ എങ്ങനെ പൈസ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു, കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, അതേപോലെ ഓരോ ദുഃഖങ്ങൾ എനിക്കുള്ളൂ, എന്റെ ബാഡ് കർമ്മങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഐ ആം ഹാപ്പി. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ, ഒരു മിനിറ്റ് കുറച്ച് ദിവസം കൊണ്ട് ബെല്ലടിക്കുന്നു, ഒറ്റ എടുക്കത്തുള്ള, സോറി. സോറി, ഡെലിവറി ബോയ് പോയില്ല, അവരെയും ബെല്ലടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ ആ ഭക്തന്റെ ജീവിതത്തിൽ ദുഃഖം വരുമ്പോൾ ഭക്തൻ കാണുന്നത് എന്തുവാ? എന്റെ കർമ്മഫലങ്ങൾ, ബാഡ് കർമ്മഫലങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കും. രണ്ട്, ഞാൻ എന്റെ ഏതെങ്കിലും ജന്മത്തിൽ എത്രയോ വലിയ പാപങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. കൃഷ്ണൻ അദ്ദേഹത്തിന്റെ കൃപ കൊണ്ട്, അദ്ദേഹത്തിന്റെ പ്രേമം കൊണ്ട്, അദ്ദേഹത്തിനോടുള്ള സ്നേഹം കൊണ്ട്
കണ്ണി കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടുപോയി നമ്മൾ പറയത്തില്ലേ? ഇതിൽ എത്രയോ വലുതായിരിക്കും വരാനിരുന്നത്. ഇപ്പൊ എന്നോടാണ് ഭഗവാന്റെ സ്നേഹം കൂടി. 3, വിഷമഘട്ടത്തിൽ നമ്മൾ കൂടുതൽ ഭഗവാനെ ആശ്രയിക്കണം. ജീവിതത്തിൽ അസുഖങ്ങൾ വരുമ്പോൾ മരുന്ന് കഴിക്കും. അസുഖം കൂടുമ്പോൾ മരുന്നിന്റെ തീവ്രത, മരുന്നിന്റെ ആ എന്താ പറയുന്നതിന്റെ പെട്ടെന്ന് ആക്കുന്നു, മരുന്നിന്റെ നമ്മളെത്ര അത് പറയല്ലോ വാക്ക്, അത് കൂട്ടും. സ്ട്രെങ്ത് ആണോ? വേറെ നല്ല വാക്കുണ്ടായിരുന്നു, ഡോസ് കൂട്ടും. 2 കളിക്കുന്നത് 4. അപ്പൊ നമ്മൾ 16 മാലയാണ് ജപിക്കുന്നത്. എനിക്കിന്ന് ഭയങ്കര വിഷമമാണ്. ഇതിൽ 5-6 1 മണിക്കൂർ വീണ്ടും അങ്ങ് ജപിച്ചു നോക്കിക്കേ. അല്ലെങ്കിൽ നല്ല ഏതെങ്കിലും ഭാഗവത കഥ കേട്ട് നോക്കിക്കേ. ഭാഗവത കഥ എല്ലാം നല്ലതാണ്, എന്റെ വായിന്ന് അങ്ങനെ വീണുപോയ നല്ല ഭാഗവത കഥ. ഭാഗവത എടുത്ത് വെച്ച് വായിച്ചു നോക്കിക്കേ, മനസ്സിനൊരു ശാന്തി കിട്ടും. അപ്പൊ ഇവിടെ പറഞ്ഞ് യദ്ദേഖ വൈഷ്ണവര വ്യവഹാര ദുഃഖ നിശ്ചയ ജാനിക സൈ പരമാനന്ദ ദുഃഖം. ഏതെങ്കിലും വ്യക്തി കൃഷ്ണഭക്തന്റെ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ദുഃഖം വരുന്ന തോന്നുവാണെങ്കിൽ ഉള്ളിൽ അവൻ സന്തോഷിക്കുന്നുണ്ട്. അത് വേറൊരാൾക്ക് മനസ്സിലാകില്ല. അവൻ സന്തോഷിക്കുന്നില്ല, ആ ദുഃഖം പേറിക്കൊണ്ട് നടക്കുകയാണെങ്കിൽ ഹി ഈസ് നോട്ട് എ വൈഷ്ണവ. സിമ്പിൾ. അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം, ജീവിത പ്രശ്നങ്ങൾ വരുമ്പോൾ അതിരുന്ന് കരയാനുള്ളതല്ല. കൃഷ്ണൻ ഇഷ്ടമല്ല കരയുന്നത്. കൃഷ്ണൻ പറയും, എന്റെ അമ്മാവനെ ഞാൻ കൊന്നു, എന്റെ അമ്മയും അച്ഛനും ജയിലിലായിരുന്നു, ഞാൻ എന്റെ എല്ലാവരും എന്റെ ഹൃദയ തുല്യ സ്നേഹിച്ചിരുന്ന വൃന്ദാവനവാസികളെ വിട്ടിട്ട് ഞാൻ വന്നു. അതിനേക്കാൾ വലിയ ദുഃഖം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ, ഞാൻ തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇനി ദുഃഖാനുള്ള, അത് ഭഗവാനോട് കൂടുതൽ അടുക്കാനുള്ള അവസരമായിട്ട് ഉപയോഗിക്കണം. ഹിന്ദിയിൽ ഒരു ചൊല്ലുണ്ട്, മോക്ക ദേക്കെ ചൗക്ക മാറണ, അങ്ങനെയാണ് എന്റെ ഇതില്. ഇപ്പൊ അവസരം കിട്ടുന്ന അപ്പൊ 4 അടിക്കണം, ക്രിക്കറ്റിന്റെ ഭാഷയിൽ. അതും വെച്ച് കഴിഞ്ഞാൽ അവസരം കിട്ടുകയാണെങ്കിൽ അത് ഏതൊരവസരവും, ഇനി നല്ലതാണ് ഉണ്ടായെങ്കിലോ ജീവിതത്തില്, അന്നേരവും കൃഷ്ണന്റെ കൃപ, ഞാൻ ഇത്രയും വലിയ പുണ്യകർമ്മങ്ങളും സത്കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഭഗവാന്റെ ആ അഹൈതു കൃപ കൊണ്ട് ഭഗവാൻ എന്റെ ജീവിതത്തിൽ നല്ലത് തന്നു. അപ്പൊ നമുക്ക് ഈ ശ്ലോകത്തിൽ നിന്ന് പഠിക്കാനുള്ളത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എന്താണ് ഭഗവാനോട് ചോദിക്കേണ്ടത്. കുന്തി മഹാറാണിയുടെ പ്രാർത്ഥന ഞാൻ പറഞ്ഞു, ആദ്യം ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യുന്നു, 2ാമത് ഗ്രാറ്റിറ്റ്യൂഡ്, കൃതജ്ഞത, 3 നമ്മുടെ ഡിമാൻഡ്. ഇപ്പൊ കുന്തി മഹാറാണി പ്രാർത്ഥിക്കുന്ന പോലെ എന്റെ ജീവിതത്തിൽ ദുഃഖം തരുന്ന പ്രാർത്ഥിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. നമുക്ക് അതിനുള്ള ആ ഒരു ലെവൽ നമ്മൾ എത്തിയിട്ടില്ല. പക്ഷെ തന്നിട്ടുള്ള കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞിട്ട് ചോദിക്കണം, ആധ്യാത്മികമായ കാര്യങ്ങൾ ചോദിക്കുക. ഭഗവാനെ ശ്രദ്ധയോടും ഭക്തിയോടും അവിടുത്തെ തിരുനാമം ജപിക്കുവാൻ എനിക്ക് അനുഗ്രഹം താ, എന്റെ അവസാന ശ്വാസം വരെ അങ്ങയുടെ നാമം ജപിക്കാനുള്ള അവസരം താ, എന്നെ അങ്ങയുടെ ഭക്തരുടെ ഷെൽട്ടറിൽ മാത്രം വെക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിക്കണം. ഭൗതിക ക്ലേശങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് വെറും ദുരിതങ്ങളായിട്ട് കാണുന്നതിന് പകരം അത് ഭഗവാന്റെ സ്മരണയും ഭക്തിയും അതിലേറെ ഭഗവാൻ ആശ്രയം വർദ്ധിപ്പിക്കാനുള്ള ഒരു അനുഗ്രഹമായിട്ട് കാണണം. അതാണ് ഈ ശ്ലോകം, കുന്തിമാറാന്റെ പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുന്നത്. പലപ്പോഴും നമുക്ക് തെറ്റിപ്പോകുന്ന ഒരു ചെറിയ പ്രശ്നം വരുമ്പം, ഇപ്പൊ അടുത്ത സമയത്ത് എന്റെ ഒരു 3-4 ദിവസം മുമ്പ് ഒരു ഡിവോട്ടി, ഞാൻ കുറച്ചേരം വെളിയിൽ നിന്ന് ജപിക്കുമായിരുന്നു അമ്പലത്തിൽ തന്നെ. എന്റെ 16 മാല ജപിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വെളിയിൽ വന്ന് ജപിക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ അമ്പലത്തിൽ നിന്ന് വെളിയിറങ്ങത്തില്ല. കാര്യം വെളിയിറങ്ങിയ ആരെങ്കിലുമായിട്ട് സംസാരിക്കേണ്ടി വരും. അപ്പൊ പുള്ളി വന്നിട്ട് പറഞ്ഞു, പുള്ളിയുടെ വീട് വിൽക്കണം. പുള്ളി പുതിയ വീട് വാങ്ങിച്ചാൽ പഴയ വീട് വിൽക്കണം. അപ്പം 6-7 മാസം 1 വർഷമായിട്ട് നടക്കുക, അത് വിൽപ്പന നടക്കുന്നില്ല, പുള്ളി ഉദ്ദേശിക്കുന്ന വില കിട്ടുന്നില്ല. പക്ഷെ പുള്ളി പറഞ്ഞു തുടങ്ങിയത്, ഞാൻ എല്ലാം ചെയ്യുന്നുണ്ടല്ലോ, നാമം ജപിക്കുന്നുണ്ട്, DTC ഉണ്ട്, ബ്രാഹ്മൺ ദീക്ഷ DT എന്ന് വൃത്തി എന്നെക്കാളും മുഴുവൻ ഭക്തിയുള്ള ചെയ്യുന്നുണ്ട്, അതുകൊണ്ടല്ല ഞാൻ ചെയ്യുന്നത്. എന്നാലും മനസ്സിൽ ചോദ്യം വരുന്നു, എന്തുകൊണ്ട് എന്റെ വീട് വിൽക്കുന്നില്ല? ഞാൻ സത്യത്തിൽ മറുപടി ഒന്നും പറഞ്ഞില്ല, കാരണം എന്നെക്കാട്ടി സീനിയറാണ്. അതിന് ചിലപ്പം അത് വൈഷ്ണവരാതം ആകും, പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ. ഞാൻ പറഞ്ഞു, ഞാൻ ശ്രമിക്കാം, ആരോടെങ്കിലൊക്കെ പറയാം, സമയമാകുമ്പോൾ വരും, തന്നെ വരും, പേഷ്യൻസോട് കാത്തിരിക്കുക, വരും എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊടുത്തു. പറഞ്ഞതിന്റെ അർത്ഥം, ഇത് നമ്മൾ എന്താണ് ഭഗവാനോട് ചോദിക്കേണ്ടത്? അതായത് ഇപ്പം ഒരു കൊതുകിനെ കൊല്ലണമെങ്കിൽ AK-47 വേണോ? കൃഷ്ണഭക്തി എന്ന് പറയുന്നത് ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണോ? നമുക്ക് പ്രധാനമന്ത്രി മോദിയെ നല്ല പരിചയമുണ്ട്. എപ്പോ വേണ്ടും മോദിക്ക് ഫോൺ ചെയ്യാം, സർ കൈസെന്ന് ചോദിക്കാം. നമ്മുടെ വീട്ടിലെ കക്കൂസിലെ പൈപ്പ് ചീത്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ വിളിക്കൂ. ഭഗവാൻ അതിനല്ല.
അപ്പൊ ഭൗതിക ക്ലേശങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും, അത് ദുരിതമായിട്ട് കാണാതെ എങ്ങനെ എനിക്ക് കൃഷ്ണ, നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഈ വീട് വിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ശാന്തി സമ്മാനം, എന്റെ ലോൺ തീർന്നു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കൂടുതലും ശാന്തമായിട്ട് ഭക്തി ചെയ്യാൻ പറ്റും, അതുകൊണ്ട് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം, പ്രാർത്ഥിക്കാൻ തെറ്റില്ല. പക്ഷെ അങ്ങനെ വിചാരിക്കുന്നത് ഭഗവാൻ ചെയ്തിടണം എന്ന് പറഞ്ഞത് തെറ്റാണ്. അപ്പൊ കുന്തിമാരൻ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം കുന്തിമാരൻ പറയുന്നത് സ്വന്തം വംശം, സമ്പത്ത്, വംശം എന്ന് പറയുമ്പം ഈ ജനിച്ച കുലം, സമ്പത്ത്, ഉന്നത വിദ്യാഭ്യാസം, ശരീര സൗന്ദര്യം എന്നിവയിൽ മാത്രം താല്പര്യമുള്ളവർക്ക് അങ്ങയെ പ്രാപിക്കാൻ വിഷമമായിരിക്കും. 26-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് ജന്മ ഐശ്വര ശ്രുത സ്ത്രീഭീർ ഏതമനപുമാൻ നൈവ അർഹാദി അഭിദാതും വൈത്തം അകിഞ്ചന ഗോചരം. അങ്ങയുടെ ആത്മീയ ധാമം പ്രാപിക്കാൻ, അതായത് ഭഗവാനെ പ്രാപിക്കാൻ, ഞാൻ ആ ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. ജന്മ ഐശ്വര ശ്രുത ശ്രീഭീർ ഏതമാന മതപുമാൻ നൈവ അർഹതി അഭിതാതും വൈത്തം അകിഞ്ചന ഗോചരം. അങ്ങയുടെ ആത്മീയധാമം പ്രാപിക്കാൻ എളുപ്പമാണ്, വളരെ എളുപ്പമാണ് അങ്ങയുടെ ആത്മീയത. ഇപ്പം പ്രഭുപാദ് പറയിക്കുന്നത് ഫുൾ ഒബ്സർവേഷനിൽ ഏകഗതിയോട് 16 മാലയും ജപിച്ച് മനസ്സ വാച കർമ്മണ 4 നിയമം പാലിച്ചു കഴിഞ്ഞാൽ ആത്മീയലോകത്തിൽ പോകാൻ പറ്റുമെന്ന്, എളുപ്പമാണ്. പക്ഷെ ആർക്കാണ് അതിന് കഴിയാത്തത്? അതായത് ജനിച്ച കുലം, ഐശ്വര്യം, ശ്രുത വിദ്യ, ശ്രീഭീർ സൗന്ദര്യം, ഇത് ക്രമാനുതമായി കൂടിയിട്ട് അതിന്റെ ലഹരി, അതായത് എന്നെക്കാൾ വലുത് ആരുമില്ല, എന്നെക്കാൾ സമ്പന്നരായിട്ട് ആരുമില്ല, എന്റെ തലമുടി കണ്ടില്ലേ മുട്ടക്കടനയാണ്, എന്റെ സൗന്ദര്യം കണ്ടില്ലേ ആൾക്കാർ എന്നെ നോക്കുന്നു, എന്റെ വിദ്യാഭ്യാസം, ഞാൻ PhD ആണ്, ഞാൻ ജനിച്ച കുലം, എന്റെ അപ്പൂപ്പൻ, അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഇവിടെ മത എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഏതമാന മതപൂമാൻ, ഇങ്ങനെയുള്ള ആൾക്കാർ, അതായത് ക്രമാനുഗതമായ ഏതമാന കൂടിയിട്ട് ആ ലഹരി കൂടിയ ആൾക്കാർക്ക് പുമാൻ മാനവർ ന ഏവ അർഹതി, അവർക്ക് അങ്ങനെ പ്രാപിക്കാനുള്ള അർഹതയില്ല, അതുകൊണ്ട് അവർക്ക് കിട്ടില്ല. അപ്പൊ നമ്മളെ ഏതെങ്കിലും കാര്യത്തിൽ അഹങ്കരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃഷ്ണനെ പ്രാപിക്കാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടെങ്കിൽ വിചാരിച്ചോണം, ഭഗവാൻ എനിക്ക് തന്നു എന്തിനാണ്? കൃഷ്ണ സേവ ചെയ്യാനാണ്, ഭഗവാന്റെ ഭക്തരുടെ സേവ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതായത് കുന്തിദേവി പറയുന്നത് ത്വാം അകിഞ്ചന ഗോചരം. അകിഞ്ചന എന്ന വാക്കിന് 3 അർത്ഥമുണ്ട്. ഒന്ന്, ഭൗതികമായിട്ട് ഒന്നുമില്ലാത്തവർ, പ്രത്യേകിച്ച് ഈ മുകളിൽ പറഞ്ഞ 4 കാര്യങ്ങളില്ലാത്തവർ. 2, ഭൗതികമായി ഒന്നിനോടും ആസക്തി ഉണ്ട്, പക്ഷെ ആസക്തിയില്ല, അതായത് എന്റെ ആണെന്ന് കാണാത്ത, സ്വന്തമാണെന്ന് കാണാത്തത്. 3, ഭഗവാനെ പരിപൂർണമായിട്ടും ആശ്രയിച്ച വ്യക്തി. അകിഞ്ചന ഗോചരം. കിഞ്ചന എന്നുള്ള വാക്കിന്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. അകിഞ്ചന ഗോചരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉള്ളവർക്ക് അതവിടെ പറ്റില്ല. അതായത് കുന്തിമാനി പറയുന്നത് ഈ ഭഗവാനെ പ്രാപിക്കാൻ എളുപ്പമാണ്, പക്ഷെ ഇത് ഉള്ളിലുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പ്രാപിക്കാൻ പറ്റില്ല. ശേഷം കുന്തിദേവി പറയുന്നത്, അപ്പൊ ഇവിടെ എന്തൊക്കെയായി? ഗ്ലോറിഫിക്കേഷൻ കഴിഞ്ഞു, ഗ്രാറ്റിറ്റ്യൂഡ് കഴിഞ്ഞു, ഡിമാൻഡ് കഴിഞ്ഞു, ഭഗവാന്റെ പ്രാപിക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ ലീലകൾ സ്മരിക്കുകയാണ്. ഭഗവാന്റെ കുട്ടിക്കാലത്തെ ലീലകള് കുന്തിമാണ്ടി സ്മരിക്കണം. 31-ാമത്തെ ശ്ലോകത്തില് ഗോപ്യാദാഗസിതാമതാവത് ദശാശ്രുതലിലാഞ്ചന സംപ്രമാക്ഷം വക്രം നീയഭായ ഭാവനായ സ്ഥിതസ്യ സാമോം വിമഹയതി ധീരതിയധിപതി. ഇത് മനോഹരമായിട്ട് മഹാണ്ടി പറയുന്നത്, ഗോപിയാദേ തൊയ് കൃതാഗസി ദാമത് താവത്. ദാമം എന്ന് പറഞ്ഞ കയറ്. ഗോപിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ യശോദമ്മയെ കുറിച്ച് പറയുന്നത്. അതായത് യശോദമായി അങ്ങേ അടിക്കാനായിട്ട് അടിക്കാൻ പിടിച്ചെന്തിനാ? യശോദ ഒരിക്കലും അടിക്കില്ല, അടിച്ചിട്ടുമില്ല. വഴക്ക് പോലും പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുമ്പോൾ കൃഷ്ണൻ പൊട്ടിച്ചിരിക്കുമായിരുന്നു ആ വഴക്ക് കേൾക്കുമ്പോൾ. അപ്പൊ യശോദമായിക്ക് വഴക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ ചിലപ്പോഴൊക്കെ പറയും വാ പൊത്തിക്കൊണ്ടിരിക്കെ. അപ്പൊ ഈ ദേഷ്യപ്പെട്ട് പറയുന്നതിനകത്തൂടുള്ള സ്നേഹം, കൃഷ്ണ അടികൊള്ളും ആ പറയുമ്പോ ആ സ്നേഹം കൊണ്ട് കണ്ണം പൊട്ടിച്ചിരിക്കും. അപ്പൊ കണ്ണം പൊട്ടിച്ചിരിക്കുമ്പോൾ യശോദമായിക്ക് വീണ്ടും ദേഷ്യം. അപ്പൊ നന്ദഗോപനോട് പറയും അങ്ങ് പറഞ്ഞു കൊടുക്കും, ഞാൻ പറയാൻ ശരിയാത്തില്ല. അപ്പൊ നന്ദ പറയും താനാ എന്തിനാ കലം പൊട്ടിച്ചേ? അത്ര സോഫ്റ്റ് ആയിട്ട് നന്ദഗോപുരി ചോദിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ
കൈയെടുത്ത് എടുത്ത് തലയിൽ അടിച്ചിട്ട് യശോദ പറയും, ഈ അച്ഛനെയും മോനെയും കൊണ്ട് ഞാൻ തോറ്റു എന്ന് പറഞ്ഞ് അടുക്കളയിൽ വിട്ടു. അപ്പൊ ഇവിടെ കുന്തി മഹാറാണി പറയുന്നത്, ഗോപിയാദ്യതേ തൊയ് കൃതാഗസി ദാമത്താവ്, അങ്ങേ അടിക്കാനായി പിടിച്ചപ്പോൾ എന്തിനാ പിടിച്ചത്? വെണ്ണക്കലെല്ലാം പൊട്ടിച്ചിട്ട് യശോദമയെ ഭയന്നിട്ട് ഓടുകയാണ് വീട്ടിൽ നിന്ന്. ദാമോദരിയെ കുറിച്ചാണ് നോക്കുന്നത്. യശോദമയെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് കണ്ണൊരു ഉരലിൽ കെട്ടിയിട്ടു. ഈ സമയത്ത് കണ്ണൻ ഭയന്ന് കരയുകയാണ്. ആ ലീലകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് മനോഹരമാണെന്ന്. അതായത് അതിന് 3-4 ദിവസം മുമ്പാണ് മറ്റേ മണ്ണ് തിന്നുന്ന ലീല നടന്നത്. അപ്പൊ വാ തുറക്കാൻ പറഞ്ഞപ്പം ഭഗവാന്റെ ഉദരത്തിൽ വായിക്കാതെ കണ്ടെന്തുവായിരുന്നു? ഈ മൊത്തം പ്രപഞ്ചം ഭഗവാന്റെ വായിക്കാം, എല്ലാ ഗ്രഹങ്ങളും സകൽ മൊത്തം പ്രപഞ്ചം. അതിനകത്ത് തന്നെ കണ്ണൻ വായുമ്പത്ത് നിൽക്കുന്നു, യശോദമായി പടിയും കൊണ്ട് നിൽക്കുന്നതും കണ്ടു. 3-4 ദിവസം കഴിഞ്ഞിട്ട് ആ വയറിനെ കയറിട്ട് ഗന്ധിക്കാന്ന് പറഞ്ഞപ്പോൾ, അതായത് വൃന്ദാവനത്തിലെ ഒരു സാധാരണ ഗോപസ്ത്രീ, സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ അമ്മ സാധാരണ അല്ല, അസാധാരണമാണ്. പക്ഷെ പിന്നെ ഭൗതിക ദൃഷ്ടികോണിൽ കൂടെ നോക്കുമ്പോൾ ഒരു സാധാരണ സ്ത്രീ ഈ മൊത്തം പ്രപഞ്ചത്തെ, അത് ഭഗവാന്റെ വയറ്റിൽ മൊത്തം പ്രപഞ്ചമുണ്ട്, ആ പ്രപഞ്ചത്തെ പശുവിനെ കെട്ടുന്ന കയറുകൊണ്ട് കെട്ടിക്കഴിഞ്ഞപ്പം ഈ മൊത്തം പ്രപഞ്ചത്തെ ഒരു ഗോപസ്ത്രീ കയറുകൊണ്ട് കെട്ടിയിട്ട്, ഈ ലീല എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് തമാം വിമോ ഹരതി ഭിരതി യത് ഭിരതി, അതായത് ഭയത്തിന്റെ രൂപം, മൂർത്തിരൂപം, അതായത് മൃത്യുവിന്റെ മൂർത്തിരൂപം, അതേപോലെ ഭയത്തിന്റെ മൃത്യുരൂപം, ഭയത്തിന് കൈയും കാലും ശരീരവും ഉള്ളത്, ഭയത്തിന്റെ മൃത്യുരൂപം പോലും ആരെയാണോ ഭയക്കുന്നത് ആ കൃഷ്ണൻ ഒരു ഗോപസ്ത്രീയുടെ ഉണക്ക ചൂടിയുടെ മുമ്പില് ഭയന്ന് പറച്ചു നിൽക്കുന്നു. എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? അത് കുന്തിദേവി ഭഗവാന്റെ പരമമായ ശക്തിയെയും അതേസമയം ഭക്തന്മാരുടെ വാത്സ്യത്തിന് വേണ്ടി ഭഗവാൻ വഴങ്ങുന്ന ലളിതമായ ഭാവത്തെ ഓർത്ത് അല്പപ്പെടുകയാണ് കുന്തി മഹാറാണി. ആരാണ് ഭഗവാൻ എന്നുള്ള ഓർക്കുകയാണ് മനസ്സിൽ. സർവ്വലോകത്തിന്റെ നിയന്താവ്, ആരുടെ ഉച്ഛ്വാസ നിശ്വാസത്തിൽ നിന്ന് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു, അതിനെ പരിപാലിക്കുന്നു, അതിനെ ഇല്ലാതാക്കുന്നു. ആ ഭഗവാൻ ഒരു ഭക്തയുടെ മുമ്പിൽ നിൽക്കുന്ന ആ ലളിതമായ ഭാഗം, അതാണ് ഈ ശ്ലോകത്തിന്റെ പൊരുൾ എന്ന് പറഞ്ഞാൽ. പ്രപഞ്ചത്തെ മുഴുവൻ ഭയപ്പെടുത്തുന്ന പരംപുരുഷനാണ് ഭഗവാൻ കൃഷ്ണൻ. ഗീതയെ പറയുന്നുണ്ട്, എന്നെ ഭയന്നിട്ട് സൂര്യൻ ഉദിക്കുന്നു, എന്നെ ഭയന്നിട്ട് കാറ്റ് വീശുന്നു, ഈ പ്രപഞ്ചം മൊത്തം എന്നെ ഭയക്കുന്നത്. ആ ഭഗവാൻ ഭക്തിയായ യശോദർ മുന്നിൽ ഒരു ചെറിയ കുട്ടിയായിട്ട് നിന്ന് ഭയന്ന് കണ്ണീരിക്കുന്ന ആ ഭാവം നടിച്ച് നമുക്ക് രുദന്തം മുഹുർനേത്രം മുഖം യുഗ്മം ഋജന്തം എന്നുള്ള ദാമോദര അഷ്ടകത്തിലെ ശ്ലോകം ഒന്ന് ഓർത്തു നോക്കിക്കേ. പിടിച്ചു നിൽക്കുന്ന ആ നിപ്പ്, അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സന്തോഷം കൊണ്ട് കരഞ്ഞു പോകും. അപ്പൊ ഒരു കണ്ണീരണിഞ്ഞ് നിൽക്കുന്ന ആ ഭാവം കുന്തി മഹാറാണിയെ പോലും വിസ്മയിപ്പിച്ചു കളഞ്ഞു. മഹാറാണി ഓർക്കുന്ന ഈ ശ്ലോകത്തിൽ പറഞ്ഞതാണ്, അങ്ങ് എന്തുമായി കാണിച്ച ലീല ഇത്? ഈ സൃഷ്ടിയുടെ പിതാവാണ്, സൃഷ്ടികർത്താവാണ്. അങ്ങക്ക് ഭയക്കേണ്ടതായിട്ട് ഈ ലോകത്തിനൊന്നുമില്ല. അങ്ങ് ഒരു ഗോപസ്ത്രീയുടെ മുമ്പിൽ, ഇവിടെ ഭക്തിയുടെ മഹാത്മ്യമാണ് കാണുന്നത്. അതായത് കുന്തി മഹാറാണി പറയുന്നത്, യശോദാമ്മയുടെ സ്ഥാനം എന്ന് പറയുന്നത് ശിവന്റെയും ബ്രഹ്മന്റെ സ്ഥാനത്തേക്കാൾ മഹത്വമുള്ളതാണ്. അവർക്ക് പ്രാപിക്കാൻ, അതായത് ഭഗവാന്റെ ലീലകൾ കാണാൻ പോലും ഉള്ള അർഹത ഉണ്ടോ എന്ന് സംശയം തോന്നിക്കുന്ന ദേവീ ദേവതമാരെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഒരു ഗോപസ്ത്രീ. ഭക്തിയുടെ ആ സ്ഥാനം ഒന്ന് ആലോചിച്ച് നോക്ക്. അതാണ് ഭഗവാൻ ഭാഗവതത്തിൽ പറഞ്ഞത്, അഹം പരാധീനതോ അഹം ഭക്ത പരാധീനോ. അപ്പൊ ആ സ്ഥാനം പറഞ്ഞ ലക്ഷ്മി ദേവിക്കാട്ടി മഹത്വമാണ് ആ സ്ഥാനം. ലക്ഷ്മി ദേവിക്ക് പറ്റുമോ ഭഗവാൻ ഒരു കമ്പുകൊണ്ട്? അപ്പൊ ഈ യശോദമ്മയ്ക്ക് കിട്ടിയ ആ സൗഭാഗ്യത്തെ കുറിച്ച് ഇവിടെ കുന്തി മഹാറാണി ഓർക്കുകയാണ്. അത് കഴിഞ്ഞ് 32-35 ശ്ലോകങ്ങളിൽ ഭഗവാൻ ഈ ഭൗതിക ലോകത്ത് അവതരിക്കാനുള്ള കാരണങ്ങളെ കുറിച്ച് യശോദമായി പറയുന്നത്. ചിലർ പറയുന്നു അങ്ങയുടെ പ്രിയഭക്തനായി യദുരാജാവിനെ സന്തോഷിപ്പിക്കാനായിട്ട് വന്ന യദുകുലത്തിൽ വന്നത്. ചിലർ വസുദേവയുടെ ദേവിയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ്. ഇതെല്ലാം ശരിയുമാണ്. നിസ്സംശയം അങ്ങ് അജനാണ്. അജൻ എന്ന് പറഞ്ഞാരാ? ജനിക്കാത്തത്. ഭഗവാൻ എന്തുകൊണ്ടാണ് ജനിക്കാത്തത്? ജനിച്ചവർക്ക് മൃത്യുണ്ട്. ആർക്ക് മൃത്യുണ്ടോ അവർക്ക്
ജന്മമുണ്ട്. അതാണ് ഗീതയിൽ പോയ 2-ാമത്തെ അധ്യായം 27-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ ജാതസി ധ്രുവ മൃത്യു ധ്രുവം ജന്മ മൃത്യുസജ തസ്മാത് അപരിഹാര്യാർത്ഥേ ന ത്വം ശോചിതും അർഹസി. ഹേ അർജുന, ജാതസി ഹേ ധ്രുവോ മൃത്യു. ധ്രുവം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിശ്ചയമായിട്ടും ജനിച്ചവന് മൃത്യുണ്ട്. ധ്രുവം ജന്മ മൃത്യുസ്യ ച, തീർച്ചയായിട്ടും ജനിച്ചവന് മരണമുണ്ട്. തസ്മാത് ആയതിനാൽ അപരിഹാരാർത്ഥേ പരിഹാരമില്ലാത്തത് നാത്വം ശോചിതും അർഹസി, നീ ദുഃഖിക്കുന്ന എന്തിനാ? ജനിച്ചവന് മരിക്കണം ചോദിക്കാൻ നീ ദുഃഖിക്കുന്ന എന്തിനാ? ഇപ്പൊ ഇവിടെ അങ്ങ് അജനാണ്. കാര്യം ദേവകിയുടെയും നന്ദയുടെയും മക്കളായിട്ട് വന്നത് സാധാരണ വ്യക്തികൾ ജനിക്കുന്ന പോലെ അല്ല എന്നുള്ളത് യശോദായി പറയുകയാണ്. ദേവന്മാരുടെ നന്മയ്ക്കും അവനോട് അസൂയുള്ളവരെ നിഗ്രഹിക്കാനും വേണ്ടി അങ്ങ് അവതരിച്ചത്, അങ്ങനെയും പറയുന്നുണ്ട്. പിന്നെ ചിലർ പറയുന്നു ഭൂമിദേവി എപ്പോൾ അമിതഭാരത്താൽ വേദനിക്കുന്നു, സംഭവാമി യുഗേ യുഗേ, അപ്പോൾ അങ്ങയുടെ പുത്രനായ ബ്രഹ്മദേവന്റെ പ്രാർത്ഥന പ്രകാരം പരിത്രാണായ സാധുവിന് യഥാ യഥാ ഈ ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തഥാത്മാനം സർജാമയ. ആ 2 ശ്ലോകം 7-8 ശ്ലോകങ്ങൾ. അപ്പോൾ അങ്ങയുടെ പുത്രനായ ബ്രഹ്മദേവന്റെ പ്രാർത്ഥന പ്രകാരം ഭൂമിദേവിയുടെ കഷ്ടതയെ ലഘൂകരിക്കാൻ വേണ്ടിയാണ് ഭൂമിയിൽ അവതരിപ്പിച്ചെന്ന് മറ്റുള്ള പറയുന്നു. അവസാനം കുന്തിമാണ്ട് പറയുന്നത് ഭൗതികമായി കഠോര വേദന അനുഭവിക്കുന്ന ബന്ധനസ്ഥനായ ജീവാത്മാക്കൾ ഭക്തിയുത സേവന മാർഗമായ ശ്രവണം, കീർത്തനം, സ്മരണം, ആരാധന തുടങ്ങിയ പുനരുജ്ജീവിപ്പിച്ച്, ഇവിടെ ആ വാക്ക് മറക്കരുത്, പുനരുജ്ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ട് കൃഷ്ണഭക്തി, അത് കൺസീലായി കിടക്കുകയാണ്, മറഞ്ഞു കിടക്കുകയാണ്. അപ്പൊ അങ്ങനെ പുനരുജ്ജീവിപ്പിച്ച് മുക്തി പ്രാപിക്കാൻ വേണ്ടിയാണ് അങ്ങ് അവതരിപ്പിക്കുന്നത് വേറെ ചില അഭിപ്രായപ്പെടുന്നു. ഈ പറഞ്ഞ കാരണങ്ങളെല്ലാം ശരിയാണ്, ഇതൊന്നും തെറ്റില്ല. അപ്പം ഈ വളരെ മനോഹരമായ ഭക്തിപരമായ തത്വപരമായ പ്രാർത്ഥനയാണ് കുന്തിമാണി ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുന്നത്. അതിനുശേഷം 36-ാമത്തെ ശ്ലോകത്തിൽ കുന്തിമാണി പറഞ്ഞ് സ്രന്തി ഗായന്തി ഗരണന്തി അഭിഷ്ണശ സ്മരന്തി നന്ദന്തി തവേഹിതം ജനാഹ തൗയേവ പശ്യന്തി അചിരേണ താവം പവപ്രവാഹോ ഉപരമം പതാംബുജം. ശൃണ്വന്തി ശ്രവിക്കുക, ഗായന്തി ജപിക്കുക, ഗൃണന്തി സ്വീകരിക്കുക, അഭീഷ്ട നിരന്തരമായിട്ട് ഹേ കൃഷ്ണ, ആരാണോ അങ്ങയുടെ ദിവ്യലീലകളെയും ഗുണങ്ങളെയും എപ്പോഴും ശ്രവിക്കുകയും കീർത്തിക്കുകയും വീണ്ടും വീണ്ടും പറയുകയും സ്മരിക്കുകയും അതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്നത് തയേവ പശ്യന്തി അജിരേണ താവകം പവപ്രവാഹോ ഉപരമം പതാംബുജം. അങ്ങനെയുള്ള ഭക്തൻ എങ്ങനെയുള്ളത്? എപ്പോഴും ഭഗവാന്റെ നാമരൂപങ്ങളിൽ ശ്രവിക്കുകയും കീർത്തിക്കുകയും അങ്ങനെ നിരന്തരമായിട്ട് അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ വളരെ വേഗത്തിൽ ജനന ചക്രത്തിൽ അറുതി വരുത്തുന്ന അങ്ങയുടെ പാതാരബിന്ദങ്ങളെ ദർശിക്കുന്നു. അതായത് ഭഗവാൻ ഗോലോക വൃന്ദാവനത്തിൽ ഭഗവാന്റെ ദർശനം അങ്ങനെയുള്ളവർക്ക് ലഭിക്കുന്നു. ഇവിടെ ഭക്തിയോഗത്തിന്റെ മഹിമ പറയാണ് കുന്തിമാറാണ്. അതായത് ഭക്തിയോഗത്തിൽ പറഞ്ഞിട്ടുള്ള ഭക്തിയുടെ 9 ലിംസ് അറിയാമല്ലോ. ശ്രദ്ധ, സാധുസംഗ്, ഭജനക്രിയ, അനർത്ഥനിവൃത്തി, അത് സ്റ്റേജാണ്. മറ്റേ ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സാഖ്യം, ആത്മനിവേദനം. ആ 9 ലിംസ് അനുസരിച്ച് ആരാണോ ഭഗവാനെ ആരാധിക്കുന്നത് അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഭഗവത് പ്രാപ്തി ലഭിക്കുന്നു, അവർക്ക് ഭഗവത് പ്രേമം ലഭിക്കുന്നു. ശേഷം കുന്തിമാരൻ പറയുന്നത് അങ്ങയുടെ കർത്തവ്യങ്ങളെല്ലാം അങ്ങ് നിർവഹിച്ചു കഴിഞ്ഞു. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞു, ഭഗവത്ഗീത തന്നു നമുക്ക്, പാണ്ഡവരെയൊക്കെ രക്ഷിച്ചു, കുരുവംശത്തെ നശിപ്പിച്ചു, ധർമ്മം പുനഃസ്ഥാപിച്ചു, പുത്രന്റെ ഗർഭത്തിനെ രക്ഷിച്ചു. ഇനിയും അങ്ങ് ദ്വാരകയിലേക്ക് പോകാനായിട്ട് തയ്യാറായി കഴിഞ്ഞു അല്ലേ കണ്ണ? ആ വിഷമം കൊണ്ട് ചോദിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നത് അങ്ങനെ എന്നാൽ അങ്ങ് പോയി കഴിഞ്ഞാല് ഞങ്ങൾക്ക് പിന്നെ ആരാ ഉള്ളത്? ഈ ഭൂമിയിലെ എല്ലാ രാജാക്കന്മാരും ഞങ്ങളുടെ ശത്രുത പുലർത്തുന്നു. കാര്യം ഈ മരിച്ചവരുടെയൊക്കെ അനന്തവരും മക്കളും ഒക്കെ വീണ്ടും രാജാക്കന്മാരായി. ഏതെല്ലാം രാജാക്കന്മാരുണ്ടോ അവരുടെ ആരെങ്കിലുമൊക്കെ മരിച്ചിട്ടുണ്ടോ? ഒന്ന് പാണ്ഡവപക്ഷത്തിന് വേണ്ടി മരിച്ചിട്ടുണ്ടല്ലേ, കൗരവപക്ഷത്തിന് വേണ്ടി മരിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ഉള്ളിൽ പാണ്ഡവരോട് ചിലപ്പോൾ പക കാണും. കൗരവപക്ഷത്തു നിന്ന് പോയി വെച്ചുടനെ കൂടുതൽ പക കാണും. പാണ്ഡവപക്ഷത്തു നിന്നുള്ളവർക്ക് ചിലർക്ക് കാണും. അതായത് ഈ ഭൂമിയിലെ രാജാക്കന്മാർക്കെല്ലാം ഞങ്ങളോട് ശത്രുതയുണ്ട്, എന്നിട്ടും അങ്ങ് പോവുകയാണല്ലേ? ആ ചോദ്യത്തിലെ വേദന ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ സാഹചര്യത്തിൽ അങ്ങ് ഞങ്ങളെ ഉപേക്ഷിച്ച് പോയാലോ? ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കുന്തിമാരൻ ഓർത്തത്, അയ്യോ എന്നെ എന്റെ മക്കളെ കുറിച്ച് മാത്രം ഞാൻ പറയുന്നു, യദുവംശത്തിനെ കുറിച്ച് ഞാൻ മറന്നുപോയി. യദുവംശം എന്ന് പറയുന്നത് ഭഗവാന്റെ വംശം, അതും കുന്തിമാറാണിയുടെ വംശമാണ്. ഇത് ഭർത്താവിന്റെ, അത് പിതാവിന്റെ, മാതാപിതാക്കളുടെ വംശം. അതാണ് യദുവംശം അല്ലെങ്കിൽ വൃഷ്ണികുലം.
അവരെ കുറിച്ച് ഞാൻ വിഷ്ണുവശം എന്ന് പറയാം ധാരാകവാസികൾ, അവർക്ക് നാഥനായിട്ട് ഭഗവാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്റെ മക്കള് സ്വാർത്ഥത, എന്റെ മനസ്സിൽ സ്വാർത്ഥത വന്നു. കൃഷ്ണൻ എന്നും ഹസ്തനാപുരത്ത് നിൽക്കണം, എന്റെ മക്കളെയും നോക്കണം. അപ്പൊ ദ്വാരകവാസികൾക്കാരാ ഉള്ളത്? അതും എന്റെ വംശമല്ലേ, അവർക്ക് നാഥനായിട്ട് ഭഗവാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അത് ചിന്തിച്ചപ്പോഴാണ് കുന്തിമഹാറാണി മനസ്സിൽ വിചാരിക്കുകയാണ്, ഞാൻ എന്തുവാ ചിന്തിക്കുന്നത് ഇത്? എന്റെ കുടുംബം, ഭർത്താവിന്റെ കുടുംബം, ഇതല്ലേ ജീവാത്മാക്കളെ ഈ ഭൗതിക ലോകത്തിൽ ബന്ധിച്ചിടുന്നത്? എന്റെ അച്ഛൻ, എന്റെ അമ്മ, എന്റെ അമ്മാവൻ, എന്റെ കാറ്, എന്റെ വണ്ടി, എന്റെ കുട്ടി, എന്റെ ജോലി, എന്റെ ബാങ്ക് ബാലൻസ്, ഈ കേന്ദ്രബിന്ദു ഞാൻ എന്റേതാകുമ്പോഴല്ലേ അത് ഭൗതിക ബന്ധനത്തിന് കാരണമാകുന്നത്. ഞാൻ എന്ത് മണ്ടിയാണ്? അപ്പോഴാണ് കുന്തിമഹാറാണിയുടെ മനോഹരമായ ഒരു പ്രാർത്ഥന, അതായത് ക്ലാസിക് 41ാമത് ശ്ലോകം. വിശ്വാത്മൻ സ്വകേഷ് വിശ്വാത്മൻ വിശ്വമൂർത്തെ സ്വകേഷുമേ സ്നേഹപാശൻ ഇമം ചിന്തി ദൃഢം പാണ്ഡിഷു വൃഷ്ണിഷു. ഓ വിശ്വേശ്വര എന്നതിന്റെ മുഴുവൻ വിശ്വേശ്വര ശ്ലോകത്തില് പ്രപഞ്ചത്തിന്റെ നാഥ ഭഗവാന്റെ അംശവനെ നടന്നു. ഓ വിശ്വാത്മാൻ, പ്രപഞ്ചത്തിന്റെ ആത്മാവേ. ഓ വിശ്വമൂർത്തെ, മുഴുവൻ വിശ്വത്തിന്റെ ആരാധനാമൂർത്തെ. എന്റെ മനസ്സ്, എന്റെ ഹൃദയം സ്നേഹമായ പാശത്താൽ ബന്ധിച്ചിരിക്കുന്ന, ഈ ദൃഢമായി ബന്ധിച്ചിരിക്കുന്ന പാണ്ഡിഷു വൃഷ്ണിഷു, അതായത് പാണ്ഡവരിലും യാദവരിലും ഉറച്ച് ദൃഢമായ സ്നേഹപാശത്തെ ചിന്തി അത് ഛേദിച്ചു കളഞ്ഞ് എന്നെ രക്ഷിക്കുക. അതായത് ഹേ വിശ്വേശ്വര, വിശ്വനാഥ, വിശ്വാത്മാ, വിശ്വമൂർത്തെ, എന്റെ മനസ്സ് എന്റെ സ്വന്തക്കാരായ പാണ്ഡവരിലും വൃഷ്ണികളിലും ഉറച്ചുപോയി. എനിക്കത് വേണ്ട. ഈ ദൃഢമായ സ്നേഹപാശത്തെ അങ്ങ് അറുത്തു മാറ്റിയല്ലോ. അതായത് ഭഗവാൻ കൃഷ്ണനോട് കുന്തിമഹാറാണി നടത്തുന്ന ഏറ്റവും മനോഹരമായ പ്രാർത്ഥനകളിലെ ഏറ്റവും മനോഹരമായ ശ്ലോകമാണിത്. ഭൗതികമായ കുടുംബ ബന്ധങ്ങളോടും സ്വന്തക്കാരോടുമായുള്ള അർപ്പിതമായ സ്നേഹം ഈശ്വരഭക്തിക്ക് തടസ്സമാണ്. നമ്മൾ മലയാളത്തിൽ പറയില്ല, രണ്ട് വള്ളത്തെ കാല് വെച്ചുകൊണ്ട് പോകാൻ പറ്റും. ഏതെങ്കിലും ഒന്നിന് ഞാൻ എപ്പോഴും എനിക്ക് എന്റെ മനസ്സിൽ വരുന്ന ഉദാഹരണം, ഞാനിവിടെ നമ്മൾ ഭാഗവതം കഥയിലും പറഞ്ഞിട്ടുള്ള ഉദാഹരണം, നമ്മൾ ഇവിടെ നിൽക്കുകയാണ്. നമ്മുടെ ഭൗതികമായ അറ്റാച്ച്മെന്റ് വലത്തോട്ട് 100 മീറ്റർ അല്ലെങ്കിൽ 100 അടി, ഭഗവാന്റെ ഭക്തിമായ അല്ലെങ്കിൽ ഭക്തി 100 അടി ഇടത്തോട്ട് വേണമെന്നിരിക്കട്ടെ, നമ്മൾ ഇടയ്ക്കാണ്. അത് വലതുവശത്ത് ഭൗതികമായ ആഗ്രഹങ്ങൾ, ഭൗതികമായ വ്യക്തിബന്ധങ്ങളെല്ലാം 100 അടി അവിടെയാണ്, ഭക്തി 100 അടി ഇവിടെയാണ്. നമ്മൾ എത്ര സ്റ്റെപ്പ് ഭൗതികമായ ആഗ്രഹത്തിലോട്ട് പോകുന്നു, അറ്റാച്ചിലോട്ട് പോകുന്നു, അത്രയും നമ്മൾ ഭഗവാനിൽ ദൂരെ ആയിക്കൊണ്ടിരിക്കും. ഈക്വൽ ഡിസ്റ്റൻസ് കൂടിക്കൂടി വരും. അതേസമയം നമ്മൾ ഭഗവാനോട് കൂടുതൽ അടുക്കുകയാണെങ്കിൽ ഈ അറ്റാച്ച്മെന്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ കുന്തിമഹാറാണി പറയുന്നത് കുടുംബ ബന്ധങ്ങളിലും സ്വന്തക്കാരോടുള്ള സ്നേഹം മുറിക്കുക, കാരണം അത് ഭക്തിക്ക് തടസ്സമാകും. അതിനാൽ ആ ആസക്തിയുടെ ബന്ധനങ്ങളിൽ നിന്ന് എന്നെ മോചിപ്പിച്ച് ഭഗവാൻ മാത്രം പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അനുകരിക്കണമെന്ന് അവർ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ വരുന്ന ഒരു പ്രധാന ചോദ്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ശ്രീമദ് ഭാഗവതം എടുത്തു കഴിഞ്ഞാൽ ഓരോ മഹാത്മാക്കളുടെയും പ്രാർത്ഥന എടുക്കുക. പ്രഹ്ലാദ് മഹാരാജന്റെ ആകാം, ദുർഗാമാരുടെ ആകാം, വൃത്രാസുരന്റെ ആകാം, നളകുബേരന്റെ ആകാം, പൃഥു മഹാരാജന്റെ ആകാം. ഇവരൊക്കെ എന്തോ ആഗ്രഹിക്കുന്ന ഭഗവാനോട് ചോദിക്കുന്നത് എന്തുവാണെന്നറിയാം? ആർക്കെങ്കിലും പറയാം എന്താ ചോദിക്കുന്നതെന്ന്? ഭാഗവതം വായിച്ചിട്ടുള്ളവര് കോമൺ ആയിട്ട് ചോദിക്കുന്ന എന്താണ്? പ്രഹ്ലാദന്മാരായാലും, വൃത്രാസുരനായാലും, നളകുബേരായാലും, പൃഥു മഹാരാജായാലും, ധ്രുവ മഹാരാജായാലും എന്താണ് ആഗ്രഹിക്കുന്നത്? ആർക്കെങ്കിലും പറയാം? ഹരേ കൃഷ്ണ, ഭഗവാന്റെ സേവനത്തിൽ ഉൾപ്പെടുത്തി തരണേന്ന്. അതിനപ്പുറമുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുന്ന വായിച്ചു, ഭഗവാന്റെ ദാസൻ, ഭഗവാന്റെ ഭക്തരുടെ അസോസിയേഷൻ. എല്ലാവരും പറയും. നാൽക്കൂര് പറഞ്ഞ ദൃഷ്ടി സദാ ദൃശ്യസ്തു ഭവത്തനൂന, ഞങ്ങളുടെ കണ്ണുകള് ദൃഷ്ടി സദാ എപ്പോഴും ദൃശ്യസ്തു കാണണം. എന്ത്? ഭവത്തനൂന, അങ്ങയുടെ ആശ്രിതരെ, ഭക്തരെ. എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഭാഗവതത്തിൽ ഇതാണ്. നിങ്ങൾക്ക് ഭക്തരുടെ അസോസിയേഷൻ വേണം, ഭക്തരുടെ സംഘത്തിൽ വെക്കണം. പൃഥു മഹാരാജ് ഭഗവാന്റെ അംശാവതാരമാണ്, അദ്ദേഹം പോലും പ്രാർത്ഥിക്കുന്നതാണ്. അപ്പൊ ഇവിടെ പാണ്ഡവര് ഭഗവാന്റെ ശുദ്ധഭക്തരാണ്, യാദവരും ഭഗവാന്റെ ശുദ്ധഭക്തരാണ്. പിന്നെ കുന്തിമഹാറാണി എന്ന് പറഞ്ഞ ആ ബന്ധത്തെ മുറിച്ചു കളയണം. ഇവിടെ കുന്തിമഹാറാണി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവരുമായിട്ട് കുന്തിമഹാറാണിക്ക് 2 ബന്ധങ്ങളുണ്ട്. ഒന്ന് രക്തബന്ധമുണ്ട്, 2 ഭക്തബന്ധമുണ്ട്. അപ്പൊ കുന്തിമഹാറാണി ആ രക്തബന്ധം മുറിച്ചു കളയാനാണ് പറയുന്നത്. ഞാൻ എന്റേതെന്നുള്ള ആ ബന്ധം മുറിക്കുക. അതായത് ആത്മീയമായ പുരോഗതിക്ക് തടസ്സമായത് എന്താണോ അത് മുറിച്ചു മാറ്റുക.
എന്റെ ഹൃദയത്തിലുള്ള ആ സ്നേഹം, ഇതെന്റെ മക്കള്, ഇതെന്റെ അച്ഛന്റെ അമ്മമാവിന്റെ ഇത് എന്നുള്ള ആ ബന്ധം മുറിച്ചു ആ ചിന്ത എന്റെ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞാലോ? കുന്തിമറാണി 42 പറയുന്നത്, തൊയ്മെ അനന്യ വിഷയ മതിർ മധുപതി അസകൃത് രതി ഉദ് ഹത അദ്ദ ഗംഗ ഇവ ഓഖം ഉദന്വതി. മധുപതേ. മധുപതേ എന്ന് പറഞ്ഞ അർത്ഥം രണ്ടർത്ഥമുണ്ട്. ഒരർത്ഥം എന്ന് പറഞ്ഞാൽ മധു എന്ന് പറഞ്ഞ അസുരനെ വെച്ചതിന്റെ ഇതുണ്ട്. രണ്ട്, മധുരയുടെ നാഥൻ എന്നൊരർത്ഥമുണ്ട്. എപ്രകാരം ഗംഗാ നദി ഹിമാലയത്തിൽ ഉത്ഭവിച്ച് യാതൊരു തടസ്സങ്ങൾക്കും വഴങ്ങാതെ സമുദ്രത്തിൽ പതിക്കുന്നു, അങ്ങയുടെ അതേപോലെ എന്റെ മനസ്സും ബുദ്ധിയും അങ്ങയിൽ മാത്രം നിരന്തരം ലയിച്ച് വേറൊന്നിനും വഴിമാറാതെ, ഗംഗ ഒന്നിനും വേണ്ടിയിട്ടും നിൽക്കത്തില്ല, അത് അതിന്റെ വഴിക്ക് പോകും. അങ്ങനെ ഭഗവാനിലേക്ക് മാത്രം ഒഴുകുന്ന അചഞ്ചലമായ ഭക്തിയാണ്, അതാണ് അനന്യഭക്തി. അതാണ് കുന്തി ദേവി ഓർക്കുന്നത്. അതായത് എന്റെ മനസ്സും ബുദ്ധിയും അങ്ങയിൽ മാത്രം നിരന്തരം ലയിച്ച് വേറൊന്നിനും വഴിമാറാതെ അങ്ങയോടുള്ള ഭക്തിയിൽ എപ്പോഴും നിലനിൽക്കുമാറാട്ടെ. അപ്പൊ ഈ ശ്ലോകത്തിൽ ഭൗതികമായ ആസക്തി ഉപേക്ഷിച്ച് തടസ്സങ്ങളില്ലാത്ത ഒരു നദിയെ പോലെ, അല്ലെങ്കിൽ ഏതെങ്കിലും തടസ്സത്തിന് തടഞ്ഞു നിർത്താൻ കഴിയാത്ത ഒരു നദിയെ പോലെ ഭഗവാനിലേക്ക് മാത്രം ഒഴുകുന്ന ഒരു അചഞ്ചലമായ മനസ്സാണ് എനിക്ക് വേണ്ടത്. അതിനാണ് അനന്യഭക്തി എന്ന് പറയുന്നത്. അന്യ എന്ന് പറഞ്ഞാൽ വേറെ, അനന്യ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ലാത്തത്. അപ്പൊ ഇതിന്റെ മുമ്പിലത്തെ ശ്ലോകമായിട്ട് കണക്ട് ചെയ്തേ. മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞാൽ ദൃഢം പാണ്ഡിഷു വൃഷ്ണിഷു. അപ്പൊ ആ ദൃഢമായ പാശത്തെ ചിന്തി ദൃഢം പാണ്ഡിഷു വൃഷ്ണിഷു, അതിനെ കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ ശ്ലോകം കംപ്ലീറ്റ് ആകത്തുള്ളൂ. കാരണം എപ്രകാരം ഗംഗ ഒഴുകുന്നു അതേപോലെ ഭഗവാനിലേക്ക് ഒഴുകണമെന്നുണ്ടെങ്കിൽ, എന്റെ മനസ്സ് എന്റെ ഹൃദയവും ഭഗവാനിലേക്ക് ഒഴുകണമെന്നുണ്ടെങ്കിൽ ആ ബന്ധം മുറിച്ചു മാറ്റണം. ഇപ്പൊ പാണ്ഡവരും വൃഷ്ണി അല്ലെങ്കിൽ യദുവംശനും തമ്മിലുള്ള ബന്ധത്തെ മുറിക്കാനാണ് പറഞ്ഞത്, ആത്മീയ ബന്ധത്തെ അല്ല. അതുകൊണ്ടാണ് കുന്തിമഹാറാണി അവരുടെ കൂടെയാണ് പിന്നെയും താമസിച്ചത്. രാത്രിയെല്ലാം ഒരു ചെറു പുഞ്ചിരിയോടെ ഭഗവാൻ കേട്ടു. ഭഗവാൻ പുഞ്ചിരിക്കാൻ മാത്രമേ അറിയുള്ളൂ. എപ്പോഴും ഈ അമ്പലത്തിലെ ഭഗവാന്റെ, ഞങ്ങളുടെ അമ്പലത്തിലെ ഫോട്ടോ കണ്ടില്ലാത്ത ഡൗൺലോഡ് ചെയ്ത് കണ്ടു നോക്കണം. ഇസ്കോൺ നാസിക്കിന്റെ ഭഗവാന്റെ ഫോട്ടോ, ആ പുഞ്ചിരി. അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കും, എന്ത് കണ്ടിട്ടാണ് ഭഗവാൻ പുഞ്ചിരിക്കുന്നത്? ഭഗവാൻ രണ്ട് കാര്യങ്ങൾ കണ്ടിട്ടായിരിക്കും എന്റെ മനസ്സിൽ വന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ ജനങ്ങൾ മൊത്തം കടന്ന് ഓടുന്നതിന് വേണ്ടിയിട്ട് സുഖം അന്വേഷിക്കണം, സന്തോഷം വേണം, സമാധാനം വേണം. കിട്ടുന്നുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ഇവിടെ വാന്നേ, ഇവിടെ ഒന്ന് കുറച്ചിരുന്ന് എന്റെ നാമം ജപിക്ക്, സന്തോഷ സമാധാനം കിട്ടും. ഒന്ന് അതോർത്തിട്ടായിരിക്കണം. രണ്ട്, ഭക്തര് വരുന്ന ഭഗവാന്റെ മുമ്പിൽ വന്ന് കരഞ്ഞ് ഓരോ കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോഴുള്ള ആ ഒരു എന്താ ഒരു ഭഗവാൻ എന്താ പറയുക എന്ന് പറയാതെ, അതായത് ഭഗവാൻ എല്ലാം കേൾക്കുകയാണ്, പക്ഷെ എന്ത് കർമ്മഫലമാണ് അനുഭവിക്കുന്നത് ഭഗവാൻ അറിയാൻ. അപ്പൊ ഒരു അതായത് ഭഗവാന് എങ്ങനെ പ്രകടിപ്പിക്കണം എന്നറിയത്തില്ല ഭഗവാൻ. അപ്പൊ അതുകൊണ്ടൊരു ചിരി. അപ്പൊ ഇപ്രകാരം കുന്തിമാരുടെ വളരെ മനോഹരമായ പ്രാർത്ഥന, ചെറു പുഞ്ചിരി ഭഗവാൻ ചിരിക്കാനും മാത്രമേ ചിരിച്ചുകൊണ്ട് സ്വീകരിച്ചു. വീണ്ടും രഥത്തിലേക്ക് കയറാൻ തുടങ്ങുകയാണ്. അപ്പൊ മൂന്നാമത്തെ ആള് വന്നു. മൂന്നാമത്തെ ആളാരാ വന്നേ? യുധിഷ്ഠിര മഹാരാജ്. വളരെ മാനസികമായിട്ട് അതാണ് യുദ്ധം കഴിഞ്ഞുള്ള ആ ദുഃഖം, വളരെ വിഷണ്ണനായിട്ട് മാനസിക മഹാരാജ യുധിഷ്ഠിർ ഭഗവാന്റെ വീട്ടിൽ വന്നു. അപ്പൊ ആദ്യം വന്നത് ഉത്തരയ്ക്ക് പരിഹാരം കണ്ടുവിട്ടു. കുന്തിമഹാറാണി പരിഹാരം കിട്ടി. ഇനി യുധിഷ്ഠിര മഹാരാജ വന്ന് 8ാമത്തെ അധ്യായം ഇവിടെ തീരുകയാണ്. ഇപ്പൊ യുധിഷ്ഠിരന്മാരുടെ ദുഃഖത്തിന്റെ കാരണം, ആ ദുഃഖത്തിന് ഭഗവാൻ കൊടുക്കുന്ന ഉപായം അല്ലെങ്കിൽ പ്രതിവിധി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യും. അത് 9ാമത്തെ അധ്യായം. എല്ലാവർക്കും ഒത്തിരി നന്ദി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, പറയാനുണ്ടോ? ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു നേരത്തെ പറഞ്ഞില്ലേ, ഭക്തിയുടെ മാർഗമായ ശ്രവണം, കീർത്തനം, സ്മരണം എന്നിവ തുടങ്ങി പുനരുജ്ജീവിപ്പിച്ചു. പിന്നെ എന്തായിരുന്നു പ്രഭു പറഞ്ഞത്? ബാക്കിയുള്ള കേട്ടില്ല. അതായത് ഭക്തിയുടെ 9 ലിംസ് ഉണ്ടല്ലോ. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം. ഈ 9 ലിംസ് നമ്മുടെ ഉള്ളിലുണ്ട്. അതിനെ പുനരുജ്ജീവിപ്പിക്കുക. അങ്ങ് ഈ ലോകത്തിൽ വന്നേക്കുന്നതെന്ന്. അതായത് ഭഗവാന്റെ ലീലകളിലൂടെ നമ്മളിപ്പോ ദാമോദര ലീല ആയാലും ബാക്കിയുള്ള ലീലകൾ കേൾക്കുമ്പോൾ ശ്രവണമായി
അത് ഭാഗത്തിൽ വായിക്കുമ്പോൾ അത് ശ്രവണ കീർത്തനമായി. അപ്പൊ നിരന്തരം ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും സ്മരണം ഉണ്ടാവും. അപ്പൊ ഈ നമ്മുടെ ഉള്ളിലുള്ള ശ്രവണത്തെയും കീർത്തന സ്മരണത്തെ പുനരുജ്ജീവിക്കാൻ വേണ്ടി ഭഗവാൻ വന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, രാമനും കൃഷ്ണനും പിന്നെ നരസിംഹനും ഒന്നും വന്നില്ലായിരുന്നു ഈ ഭൗതിക ലോകത്തെങ്കിൽ നമ്മൾ ആരെ കുറിച്ച് കേൾക്കുമായിരുന്നു? ഇവിടെ ഭഗവാൻ വന്നത് നവതാ ഭക്തി, നമ്മുടെ ഉള്ളിൽ നവവിധ ഭക്തി അല്ലെങ്കിൽ നവതാ ഭക്തി ഉറങ്ങിക്കിടക്കുന്ന ആ ഭക്തിയെ ഭഗവാന്റെ ലീലകളുടെ സ്മരിക്കുമ്പോൾ, ആ ലീലകൾ വായിക്കുമ്പോൾ, ആ ലീലകൾ കേൾക്കുമ്പോൾ വീണ്ടും പ്രകടമാവും. ആ പ്രകടമായി കഴിയുമ്പോഴാണ് നമുക്ക് ഭഗവാനിലോട്ട് ചേരാൻ പറ്റുന്നത്. വേറെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് നിർത്താം. നരോത്തം പ്രഭു എടുത്ത ഈ ശ്ലോകങ്ങളാണോ നമ്മൾ കാണാതെ? നരോത്തം പ്രഭു നിർത്താം നമുക്ക്. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. പ്രണാം പ്രഭു. ഗ്ലോറിഫിക്കേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, അത് ഡിമാൻഡ്, അത് കഴിഞ്ഞ് ലീലകൾ, അതൊക്കെയാണോ ലാസ്റ്റത്തെ? അതായത് ഭഗവാന്റെ ലീലകൾ സ്മരിക്കണം, നമ്മൾ ഭഗവാന്റെ മുമ്പിൽ നിന്ന് സ്മരിക്കണം. ആദ്യം നമ്മൾ ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്തു, അതിന് ഒരുപാട് ശ്ലോകങ്ങളുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ കൃതജ്ഞത രേഖപ്പെടുത്തി, നന്ദി രേഖപ്പെടുത്തി, എന്തൊക്കെ നമുക്ക് തന്നു അതിന് നന്ദി രേഖപ്പെടുത്തി, എന്തെങ്കിലും ചോദിക്കാണ്ട്. അത് കഴിഞ്ഞ് ഭഗവാന്റെ ഏതെങ്കിലും ഒരു ലീലകളെ സ്മരിക്കുക, അവിടെ നിന്ന് സ്മരിക്കുക. കലം തല്ലി പൊട്ടിച്ചതാകാം, ഗോപത്തിൽ ഉയർത്തിയതാകാം, അവസാനം വരെ അങ്ങേട്ട് നാമം ജപിക്കാനുള്ള അവസരം നൽകുന്നു. അങ്ങനെയൊക്കെ അതെ, അതാണ് മൂന്നാമത് പറഞ്ഞത്. നാമം ജപിക്കാനായിട്ട് അനുഗ്രഹിക്കണം എന്ന്. പിന്നെ ലീലകൾ. കാരണം ഓരോരുത്തർ ആവശ്യപ്പെടുന്ന അവരവരുടെ പേഴ്സണലാണ്, നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ആത്മീയമായി എന്താണ് ചോദിക്കുന്നത്? ചിലർക്ക് സേവ ചെയ്യാനായിരിക്കും ആഗ്രഹം, ചിലർക്ക് നല്ല കുക്കിംഗ് ഭഗവാന് വേണ്ടി ചെയ്യാനായിരിക്കും ആഗ്രഹം, ചിലർക്ക് ഭാഗവതം വായിക്കാനായിരിക്കും. എന്താണ് മാതാജിക്ക് ഏറ്റവും കൂടുതൽ? എല്ലാവർക്കും എന്തെങ്കിലും ഒരു അറ്റാച്ച്മെന്റ് കാണും, നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് എന്തെങ്കിലും ഒരു കൂടുതൽ ഒരു അടുപ്പ് എന്തെങ്കിലും കാണാം, അത് നമ്മുടെ ഗോലോക വൃന്ദാനത്തിൽ എന്ത് സേവയാണ് അതുമായിട്ട് ചിലപ്പോൾ കണക്റ്റഡ് ആയിരിക്കും, പറയാൻ പറ്റില്ല. അപ്പൊ അത് എനിക്ക് നല്ലോണം ചെയ്യാനുള്ള അനുഗ്രഹം തരണം. അപരാധമുക്തമായിട്ട്, സേവാപരാധം വരാതെ, വൈഷ്ണവാപരാധം വരാതെ അങ്ങനെ പ്രാർത്ഥിക്കാം. എന്ത് വേണം പ്രാർത്ഥിക്കാം. അത് സബ്ജക്റ്റീവ്, ഓരോരുത്തർക്കും പ്രത്യേകം പറ്റും. നമുക്ക് ഒരാൾ ഇങ്ങനെ പറയാൻ പറ്റില്ല, ഒരാളെ ഇത് തന്നെ പ്രാർത്ഥിക്കണം എന്ന് പറയാൻ പറ്റില്ല. അന്നേരം മനസ്സിൽ തോന്നുമ്പോൾ നമുക്ക് അത് ഇന്ന് പ്രാർത്ഥിക്കണം. മനസ്സിൽ തോന്നിപ്പിക്കും ഭഗവാൻ. നമുക്ക് സിൻസിയർ ഡിസയർ ഉണ്ടെങ്കിൽ ഭഗവാൻ മനസ്സിൽ നമുക്ക് പ്രകടമാക്കി തരുന്നു. എന്തിനോടെങ്കിലും ഒരു ടേസ്റ്റ് കൂടും. ഈ നമ്മൾ കുറെ നാൾ നാമം ജപിച്ചു കഴിയുമ്പം നമുക്ക് ഭഗവാൻ ഉണ്ടാകുന്ന സ്നേഹം ഗോവിന്ദമായിട്ട് കണക്ട്, അതായത് വാത്സല്യ പ്രേമമാണോ, ദാസ്യ പ്രേമമാണോ, സാഖ്യ പ്രേമമാണോ, മാധുര്യമാണോ, അത് നമ്മുടെ ഉള്ളിൽ വരും. നമുക്ക് ആ ഭാവത്തിൽ ഭഗവാനെ കാണാം. വാത്സല്യ പ്രേമമുള്ളവനെ കുറച്ച് കുഞ്ഞായിട്ടായിരിക്കും കാണുന്നത്. മാധുര്യ പ്രേമമാണ് വരുന്നതെങ്കിൽ യങ് അവസ്ഥയിലായിരിക്കും കാണുന്നത്. സേവകയായിട്ടല്ല ഭഗവാന്റെ ഇത് ഏതാണ് വരുന്നത്? അതെന്താ ഞാൻ കേട്ടില്ല. ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. പ്രണാം. കോടി കോടി പ്രണാം. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. പ്രണാം. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച प्रणाम प्रभु जी, दंडवत हरे। നോക്കണം.